നമുക്ക് നമ്മൾ കണ്ടു, എല്ലാ 3 മുന്നണികളും അവരുടെ കാൻഡിഡേറ്റ്സിനെ അനൗൺസ് ചെയ്തു. കോൺഗ്രസിന്റെ തീരുമാനമായിരുന്നു ഏറ്റവും വലിയ മീഡിയ ശബ്ദമുണ്ടാക്കിയത്. ഒരു ദിവസം മുഴുവനും സുധാകരൻ കോൺഗ്രസിന്റെ ലിസ്റ്റിനെ തടഞ്ഞു വെച്ചു, ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നു. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് എന്താണ് അത് ശരിയായിരുന്നില്ല, ഫാക്ച്വൽ അല്ലായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ അതുപോലെ തന്നെ ഒരു സംഗതിയാണ്, BJPക്ക് ഇതുവരെ ഇനിയും 10 സീറ്റ് കൂടെ അവർക്ക് കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ CPMന് 2-3 സീറ്റുകൾ. ഇത് ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിന് ഇങ്ങനൊരു ഗതികേട് ഉണ്ടാകുന്നു. മൂന്ന് അവർക്ക് സ്ഥാനാർത്ഥികളെ നോക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സാർ ഇത് കാണിക്കുന്നത്? എന്താണ് ഇത് ശ്രീ പിണറായി വിജയൻ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ നിരവധി അഭിമുഖങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം, അത് ആ വാക്കിന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ കാലത്തിന്റെ ലക്ഷണമാണ്. അതായത് സുധാകരൻ പോകുന്നതും അല്ലെങ്കിൽ TK ഗോവിന്ദൻ പോകുന്നതും ഇത് കാലത്തിന്റെ മാറ്റമാണ് കാണിക്കുന്നത് എന്ന് സഖാവ് പിണറായി വിജയൻ പറയുന്നത് ശരിയാണ്. ഈ കാലത്തിന്റെ മാറ്റം തന്നെയാണ് താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച പ്രശ്നത്തിലേക്ക്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്ര അരാഷ്ട്രീയവും ഇത്ര ശിഥിലവും ആയ ഒരു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ഞാൻ കാണുന്നത്. ഞാൻ എത്രയോ തെരഞ്ഞെടുപ്പുകൾ എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ എണ്ണം തെറ്റുന്നു. എനിക്ക് ദേശീയ തലത്തിലും കേരളത്തിലും ഞാൻ എൻ്റെ തൊഴിൽപരമായി ഞാൻ എടുക്കേണ്ടി വന്നിട്ടുള്ളത് എൻ്റെ ചരിത്രത്തിൽ ഇത്ര പൊള്ളയായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു അന്തരീക്ഷം ഞാൻ കണ്ടിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ CPMന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോഴും 4 സീറ്റുകൾക്ക് ആളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പാർട്ടി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച അബ്ദുൾ റഹ്മാൻ താനൂരിൽ താൻ ജയിക്കില്ല എന്ന് പേടിച്ച് തിരൂർക്ക് പോകുമ്പോൾ അതിന് പാർട്ടിയുടെ തീരുമാനം മാറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസിൽ അതുണ്ടായിട്ടുണ്ട്, കോൺഗ്രസിൽ പലതും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ആന്റണി പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി പകുതി പ്രചരണം നടത്തിയിട്ട് മാറ്റി വേറൊരാളെ വെച്ച് നമുക്ക് ആന്റണി ഇന്നലെ പറയുകയുണ്ടായിരുന്നു. സത്യമാണ്, അതൊക്കെ നമ്മളും അറിയുന്നതാണ്, നമ്മളും തെരഞ്ഞെടുപ്പ് മാധ്യമ പ്രവർത്തകരെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. ഇതിലും മോശമായ അവസ്ഥയിൽ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ്. ഇതൊന്നുമല്ല, അത് ആന്റണി പറഞ്ഞ വളരെ ശരിയാണ്. ഇത് കണ്ടിട്ടുള്ളവർക്ക്, ചരിത്രം അറിയുന്നവർക്ക് അറിയാം, കോൺഗ്രസിൽ ഇത് അസ്വാഭാവികമല്ല. ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ CPMൽ ഇന്ന് കാണുന്നത് അപകടകരമായ കൂറുമാറ്റങ്ങൾ, സൈദ്ധാന്തിക വാചകമടികൾ കൊണ്ട് അണികളെ കബളിപ്പിച്ചിരുന്ന നേതാക്കളുടെ നഗ്നമായ തെരഞ്ഞെടുപ്പ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള കൂറുമാറ്റം. TK ഗോവിന്ദൻ CPM കണ്ണൂർ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മുതിർന്ന അംഗം. കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ലോകത്തിലെ മോസ്കോ ആണ്, അല്ലെങ്കിൽ ബെയ്ജിംഗ് ആണ്. അത് തിരിച്ചറിയാം. അവശിഷ്ട ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയുടെ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും സീനിയർ അംഗമാണ് TK ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിൽ കഞ്ഞി കുടിച്ചിട്ട് നേരെ പോകുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയെ തള്ളിപ്പറയാനായിട്ടുള്ള പ്രസ് ക്ലബിലേക്കാണ്. സുധാകരൻ എല്ലാവരെയും മാർസിസം, അദ്ദേഹത്തിന്റെ പൊട്ട മാർസിസം, അതായത് വരട്ട് തത്വവാദ മാർസിസം പഠിപ്പിച്ച്, കാണാപ്പാഠം പഠിപ്പിച്ച് വർഷങ്ങളായി ഈ ആലപ്പുഴ ജില്ലയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് മാടമ്പിയായി, ഒരു വരേണ്യ, ഞാൻ പറയുന്ന ഒരു സവർണ ജന്മിത്വ കാലഘട്ടത്തിന്റെ പ്രതിനിധിയെ പോലെ ഈ ആലപ്പുഴ ജില്ലയിൽ മാറി മാറി കുതികാൽ വെട്ടിന്റെയും ഉപചാപത്തിന്റെയും ഗ്രൂപ്പുകളുടെയും വിഭാഗീയതയുടെയും ഒക്കെ ഭാഗമായിരുന്ന്, അത് പുന്നപ്ര വയലാറിനെ പോലെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ജില്ലയിലെ മാടമ്പി ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. അതിനുശേഷവും ഒരു തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തികച്ചും സംസ്കാരശൂന്യമായ രീതിയിൽ മാധ്യമങ്ങളെ കടന്ന് ആക്രമിക്കുകയാണ്. ഞാനല്ലേ റോഡ് തന്നത് എന്ന് പറയണമെങ്കിൽ ഇന്ന് ജനാധിപത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനല്ല ആര് പോലും ഒരു പൊതു റോഡ് ഞാൻ തന്നതല്ലേ എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതിക്ക് ചെറിയാൻ എന്താണ് പറയുക? ഇദ്ദേഹം 50 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ അദ്ദേഹം അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമര സേനാനിയാണെങ്കിൽ പോലും, ഇനി അങ്ങനെ ബോധിക്കട്ടെ, അദ്ദേഹം ഏറ്റവും വലിയ ത്യാഗത്തില് ജയിലിൽ കിടന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്.
അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ പൊതുനിരത്ത് ഞാൻ തന്നതല്ലേ നിനക്കെന്ന്? ഇതാണ് നിലപാട്, ഇതാണ് കാപട്യം. ഇത് വഞ്ചിക്കുന്നത് സ്വയം വഞ്ചിക്കുക മാത്രമല്ല, മാർക്സിസം ലെനിനിസം എന്ന മുതലാളിത്ത വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അന്തസത്തയാണ് ഇവർ മാറുന്നത്. 3, ഇനി അത് കഴിയാൻ അദ്ദേഹം പറയുന്നത് എനിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹത്തെ പോലുള്ളവരെ ആ ഒരു സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അലോ ചെയ്യുന്ന ഒരു പാർട്ടി സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനെയാണ് ഭയപ്പെടുന്നത് സർ. അതാണ് താങ്കൾ മർമ്മത്തിൽ തൊട്ടു. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അരാഷ്ട്രീയ മാടമ്പികൾക്ക് ഇത്ര ഉയർന്ന നേതൃത്വ പദവിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്താൻ കഴിഞ്ഞു? ഇതാണ് ചോദ്യം. എങ്ങനെ ടി കെ ഗോവിന്ദനും ജി സുധാകരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തെത്താൻ കഴിഞ്ഞു? നമുക്ക് ഗൗരിയമ്മയെ പറ്റിയും എം വി രാഘവനെ പറ്റിയും എനിക്ക് ആ ചോദ്യമില്ല. കാരണം അവർ രാഷ്ട്രീയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് പുറത്തു പോയത്. പുറത്തുപോയി സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത്. ഈ സ്വാർത്ഥമതികൾ നേരെ മറുകണ്ഠം ചാടി തിരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള ധൃതിയിലാണ്. ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട്, UDF തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം എനിക്ക് തോന്നുന്ന ഷേക്സ്പിയറിന്റെ ഒഥല്ലോവിലാണ് നമ്മുടെ ഒഥല്ലോ തന്റെ മകൾ ഡെസ്റ്റിമോണിയെയും കൊണ്ട് ഓടിപ്പോകുമ്പോൾ ഡെസ്റ്റിമോണിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എടാ കാപ്പിരി, നീ അവളെ സൂക്ഷിച്ചോ, അവളുടെ അച്ഛനെ വഞ്ചിച്ചിട്ടാണ് പോകുന്നത്, നിന്നെയും വഞ്ചിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ MA പഠിച്ചത്. അപ്പൊ അതുപോലെ തന്നെ സതീശ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ സൂക്ഷിച്ചു കൊള്ളുക. KP ശശിയെയും ജി സുധാകരനെയും KT ഗോവിന്ദനെയും നിങ്ങൾ അവർ വഞ്ചിച്ചിട്ടുള്ളത് കൂടുതൽ വഞ്ചിക്കാൻ വിഷമമുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു പാരമ്പര്യത്തെയാണ്. അവർ പുല്ലുപോലെ കോൺഗ്രസിനെയും UDF-നെയും വേറെ എന്തെങ്കിലും കിട്ടിയാൽ വിട്ടുപോകുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ്. പിന്നെ ഒരു കാര്യം കൂടി, കോൺഗ്രസിന്റെ സ്വാഭാവികമാണ്. കോൺഗ്രസിന് ഇപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു സീറ്റുകളൊന്നും ഇനി തീരുമാനിക്കാനില്ല. പക്ഷെ അതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം VKCക്ക് അറിയുമായിരിക്കും, കാരണം താങ്കൾ ഈ ചരിത്രം അറിയുന്നതാണല്ലോ. കോൺഗ്രസിന്റെ ആഭ്യന്തര ചരിത്രത്തിൽ ഗ്രൂപ്പുകൾ അവസാനിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴും വാസ്തവമല്ല എന്ന് തിരിച്ചറിയുന്നതാണ് ഇപ്പോഴേ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ AK ആന്റണി ഗ്രൂപ്പില്ല, കരുണാകരൻ മരിച്ചു, മുരളിക്ക് ഗ്രൂപ്പില്ല. അപ്പോഴും എന്തെല്ലാമോ വ്യക്തി താല്പര്യങ്ങളുടെ ലോബിയിങ് ആണ് കോൺഗ്രസിൽ നടന്നത് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം. എന്നെ സംബന്ധിച്ച് എനിക്ക്, കാരണം ഞാൻ അതിന്റെ അടിവയറ്റിൽ പോയിട്ടുള്ള ആളാണ്. കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര കലഹങ്ങളുടെ അടിവയറ് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ 2-3 പതിറ്റാണ്ട്. അപ്പൊ അതിനകത്ത് വീണ്ടും അത് നിലനിൽക്കുന്നു. അതെങ്ങനെ നിലനിൽക്കുന്നു? എങ്ങനെയാണ്? VKCയുടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതല്ലേ? VKC പറയും എന്താണ് ഇന്ന് ഒരു MP, കോൺഗ്രസ് MP, 4 കോൺഗ്രസ് MPമാർക്ക് അസംബ്ലി രാജിവെച്ച് അസംബ്ലിയിൽ പോകണം എന്നുള്ള ഒരു ആശയം വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ദേശീയ രാഷ്ട്രീയത്തെ പറ്റി യാതൊരു വിവരവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ്. കാര്യം വെച്ചാൽ 100 MPമാരെ കോൺഗ്രസിനുണ്ടെങ്കിൽ അതിൽ 4 പേര് പോകുമെന്ന് പറഞ്ഞാൽ, 4% പോകുമെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ദേശീയ രാഷ്ട്രീയ ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത്. മാത്രമല്ല നമുക്കറിയാം, ചിറങ്കീഴ് ശ്രീ അടൂർ പ്രകാശ് ജയിച്ചത് വളരെ വളരെ തിൻ മെജോറിറ്റിയിലാണ്. അവിടെ ഇങ്ങനെ ഒരു ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകും. അതൊരു ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാവുന്ന ഒരു പച്ച പരമാർത്ഥമാണ്. ഇതൊന്നും കണക്കിലെടുക്കാതെ ശ്രീ സുധാകരനെ പോലെ KPC 3-4 പേര്. ചെറിയ താങ്കൾ നമ്മൾ ഈ സുധാകരനെ പോലെ എന്ന് പറയുമ്പോൾ എന്താണ് സുധാകരന്റെ രാഷ്ട്രീയ വ്യക്തിത്വം? അദ്ദേഹം എങ്ങനെയാണ്? അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടല്ല രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന. ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല താങ്കൾക്ക്. കണ്ണൂരിൽ അദ്ദേഹം വരുന്ന വഴി പ്രതിപക്ഷ കോൺഗ്രസിൽ കൂടിയാണല്ലേ? കോൺഗ്രസ് അതിനു മുമ്പ് അദ്ദേഹം വേറെ എന്തോ സോഷ്യലിസ്റ്റ് ഒരു വിഭാഗത്തിലെ, എനിക്കറിയാം. എനിക്ക് നേരിട്ട് വളരെ അടുപ്പമുള്ള നേതാക്കളാണ് അവരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ മഹത്തായ ഒരു കോൺഗ്രസ് പാരമ്പര്യമുണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല. കണ്ണൂരിനെ പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിന്റെ സമഗ്രാധിപത്യമുള്ള ഒരു സ്ഥലത്ത് അടിക്ക് അടി എന്ന രാഷ്ട്രീയത്തിൽ പിണറായിയുമായി ബിറങ്ങം കോളേജിൽ ഏറ്റുമുട്ടിയുള്ള വീരസ്യം മുതൽ
അതിന്റെ ഒരു പാരമ്പര്യമാണ്. അല്ലാണ്ട് ഇത് ദേശീയ സമരത്തിലോ കേളപ്പന്റെയോ മറ്റേ നമ്മുടെ CK ഗോവിന്ദൻ നായരുടെ ഒന്നും പാരമ്പര്യമല്ല ഇവർക്കുള്ള പാരമ്പര്യം കക്ഷി രാഷ്ട്രീയത്തിലെ മിടുക്ക് കാട്ടി പ്രാദേശിക മാടമ്പികളായിട്ടാണ്. നമ്മൾ സുധാകരൻ ആലപ്പുഴയിൽ എങ്ങനെ ഒരു പ്രാദേശിക മാടമ്പിയാണോ അതുപോലെയാണ് കോൺഗ്രസിൽ ഒരു പ്രാദേശിക മാടമ്പി മാത്രമാണ് സുധാകരൻ. സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു തലവൻ. ഇതാണ് സംഭവം. ഇതിന് നമ്മൾ യാതൊരു വേറെ ഒരു പകിട്ടും കൊടുക്കേണ്ട. അദ്ദേഹത്തിന്റെ നിർത്താത്ത ആർത്തി. അദ്ദേഹത്തിനും സുധാകരനും ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചെറിയാൻ. സുധാകരനും ഇവരും നിരവധി മരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് അവരുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, അറിയാമോ? രണ്ടുപേർക്കും 80 വയസ്സ്. എന്നിട്ടും ഇവരുടെ ആർത്തി തീരുന്നില്ല. കാരണം എന്താണ്? ഈ മാടമ്പികൾക്ക് പ്രാദേശിക നേതാവാനാണ് ആഗ്രഹം. അവർക്ക് ഡൽഹിയിൽ പോയി ഫ്ലാറ്റ് കിട്ടിയതുകൊണ്ടോ രാഹുൽ ഗാന്ധിയെ ഇടയ്ക്ക് കണ്ടതുകൊണ്ടോ തൃപ്തി പോരാ. കണ്ണൂർ ഭരിക്കണം. കണ്ണൂർ ഭരിക്കണമെങ്കിൽ എന്താവണം? കേരളത്തിലെ മന്ത്രിയാവണം, കേരളത്തിൽ MLA ആവണം. സുധാകരൻ ആലപ്പുഴ ഭരിക്കണമെങ്കിൽ അവിടെ ക്യാബിനറ്റിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി നേതൃത്വത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി തന്റെ മൂക്കിന് കീഴിലുള്ള പാർട്ടിയെ ഭരിക്കണം. ഇത് രണ്ടുപേരും തമ്മിലുള്ള സാമ്യമാണ്. PK ശശിക്കും ഒരു വസ്തുത ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് പാലക്കാട് ഭരിക്കണം. പാലക്കാട് താനാണ് പ്രമാണി എന്ന് തന്റെ പാർട്ടിയും നാട്ടുകാരുടെയും ബോധിപ്പിക്കണം. അപ്പൊ അങ്ങോട്ട് ഡൽഹി പോയിട്ട് എന്താ കാര്യം? വിദേശ നയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? രാഹുൽ ഗാന്ധിയും മോഡിയുടെ അടുത്ത് പോയിട്ട് എന്താ കാര്യം? അവർ താങ്കൾ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിന്ന് പുറത്തിട്ട മീനുകളാണ് ഡൽഹി. ഇതാണ് സത്യം. അപ്പൊ അവൾക്ക് ഓരോ തവണ ഇപ്പോൾ പ്രത്യേകിച്ച് UDF വിജയസാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോഴും. അത് ഞാൻ താങ്കളോട് പലതവണ ആവർത്തിച്ചതാണ്. ആ വിജയസാധ്യത അതുകൊണ്ട് ഇവരുടെ ആർത്തി വർദ്ധിക്കും. കാരണം ഇവർ ജയിക്കാൻ പോകുന്നു, മന്ത്രിയാവുന്നു, കൂടെ തങ്ങളുടെ ചിങ്കിടികളെ ജയിപ്പിക്കാനുള്ള തിരാൻ, അതായത് MLA ആക്കാൻ. അതാണ് ഈ KC വേണുഗോപാലും ഈ ബെന്നി ബെഹനാനും ഒക്കെ ഇത്ര ഇടപെട്ടത്. ഈ ഇല്ലാത്ത കോൺഗ്രസിന്റെ ആളുകളെ എല്ലാം സംഘടിപ്പിച്ച് 10-15 പേർക്ക് സീറ്റ് മേടിച്ചു കൊടുത്തു. അതെങ്ങനെ സാധിച്ചു? ഇല്ലാത്ത കോൺഗ്രസ്, ഉമ്മൻചാണ്ടി ഇല്ല, AK ആന്റണി ഇല്ല, നേതാവില്ല, എന്നിട്ടും നമ്മുടെ ആൾക്കാർക്ക് സീറ്റ് മേടിച്ചു കൊടുത്തു. അതിന് ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് താങ്കൾക്കായിരിക്കും അറിയുക. ഡൽഹിയിൽ എനിക്കത്ര ദൈനംദിന മാധ്യമപ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് സതീശന്റെ ആളുകൾക്ക് ഇപ്പോ എറണാകുളം ജില്ലയിൽ മേടിച്ചു കൊടുത്തു. അപ്പൊ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന് പകരം വന്നിരിക്കുന്നത് നിരവധി ബഹുധ്രുവ കോൺഗ്രസ് ആണ്. 2 ഗ്രൂപ്പുകൾക്ക് പകരം ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇത് വലിയ അപകടമാണ്. പ്രത്യേകിച്ച് BJP RSS കേരളത്തിൽ ചൂടറപ്പിക്കാൻ പോകുന്ന സമയത്ത് 2 പാർട്ടികളിലും, കോൺഗ്രസിലും CPM-ലുമുള്ള ഈ അന്തഛിദ്രം രാഷ്ട്രീയവും സംഘടനാപരവുമായ അന്തഛിദ്രം RSS ഗോപാലകൃഷ്ണനെ പോലെ ഉള്ള ആളുകൾക്ക് വഴിയൊരുക്കുകയാണെന്ന് നാം അവരോട് പറയണം. അതായത് കോൺഗ്രസിലോ CPM-നെയൊക്കെ അനുഭാവിയായിട്ടുള്ള ആളുകൾ നമ്മൾ പറയണം. നിങ്ങളുടെ ഈ തരംതാഴൽ, നിങ്ങളുടെ ഈ വോട്ട് രാഷ്ട്രീയം, നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പുകൾ, നിങ്ങളുടെ ഉപജാപങ്ങൾ കൊടുക്കേണ്ട വില കേരളത്തിലെ ദലിതനും കേരളത്തിലെ മുസ്ലിമും കേരളത്തിലെ മതനിരപേക്ഷവാദിയുമാണെന്ന് ഇവരോട് മുഖത്ത് നോക്കി സതീശനോടും പിണറായിയോടും പറയാൻ കഴിയണം. അതാണ് ചരിത്രം നമ്മളോട് മലയാളിയോട് ആവശ്യപ്പെടുന്ന കാര്യം. അതിന് സച്ചിദാനന്ദൻ തയ്യാറല്ല, സാറാ ജോസഫ് തയ്യാറല്ല, പിന്നെ കൽപ്പറ്റ നാരായണൻ തയ്യാറല്ല, CR നീലകണ്ഠൻ തയ്യാറല്ല, ചാനലിൽ നിന്ന് മാറാത്ത അഡ്വക്കേറ്റ് ജയശങ്കർ തയ്യാറല്ല, അല്ലെങ്കിൽ CPM-ന് അനുകൂലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിജീവിക്കും തയ്യാറല്ല. ഇതെന്തൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതിവേഗം നമുക്ക് രാഷ്ട്രീയം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, ജനങ്ങൾ. അത് താങ്കൾ പറഞ്ഞ പോലെ രാഷ്ട്രീയം തിരിച്ചു പിടിക്കുന്ന പറയുമ്പോൾ നമ്മൾ കണ്ടു 2020 കുറെ സ്റ്റാറുകള്, അതും മേജർ അല്ല, അത് സൈഡ് സ്റ്റാറുകളെ അനൗൺസ് ചെയ്തു. അവർക്കൊന്നും വോട്ടേഴ്സ് ലിസ്റ്റ് പോലും ഇല്ല എന്ന് അവരെ പിന്നെ വളരെ കൃത്യം. താങ്കൾ സമയം അനുവദിച്ചിരുന്നെങ്കിൽ ഞാനത് പറയുമായിരുന്നു. ലജ്ജാകരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒന്നാമത്തെ കാര്യം BJP-യുടെ ഗതികേട് അതിലും വലുതാണ്.
20 പേർക്കാണ് ഈ ബാബു ജേക്കബ് എന്ന് പറയുന്ന വീണ്ടും ഒരു പ്രാദേശിക മാടമ്പി. അദ്ദേഹം വ്യവസായി ആയതുകൊണ്ട് മാടമ്പി അല്ലാതിരിക്കുന്നില്ല. അദ്ദേഹത്തിന് കിഴക്കമ്പലത്തിലെ മാടമ്പിയാണ്. അദ്ദേഹം വ്യവസായം നടത്തുന്നത് കൊണ്ട് അദ്ദേഹം ഓന്ത്രപ്രണർ ആവുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു മാടമ്പി സ്വഭാവമാണ്. കിഴക്കേമംഗലം ഞാൻ പറയുന്ന ആളുകൾ, തന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അദ്ദേഹം 20 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ കൊടുങ്ങല്ലൂർ സീറ്റ് BJP ഒരു ഭീഷണി ഉയർത്തുന്നുവെന്ന് ഞങ്ങൾ എല്ലാം കരുതിയ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് ഇടതുപക്ഷം വളരെ ബുദ്ധിമുട്ടി ജയിച്ച അവിടെ ഇത്തവണ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. അവിടെയാണ് B ഗോപാലകൃഷ്ണൻ വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കൊടുങ്ങല്ലൂർ അമ്മയിൽ നിന്ന് ഗുരുവായൂരപ്പനിലേക്ക് ദൈവം എത്തിച്ചു, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി എത്തിച്ചു എന്ന് പറയുന്നത് അതാണ്. കൊടുങ്ങല്ലൂർ കണ്ടുവച്ചിരുന്നതാണ്. അതിനെ കൊണ്ട് ചക്ക അടയാളത്തിൽ, അതാണ് താങ്കൾ അറിയേണ്ട വേറൊരു കാര്യം, ആപ്പിന്റെ മറ്റേ 2020 അടയാളം ചക്ക അടയാളത്തിൽ, താമരയ്ക്ക് പകരം കൊടുങ്ങല്ലൂരിൽ ചക്ക അടയാളത്തിൽ ആരാണ്? മറിയാമ്മ ഉമ്മന്റെ മുൻ ഭർത്താവിന്, അത് കേൾക്കണം, ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളുടെ മുൻ ഭർത്താവിന് ചക്ക അടയാളത്തിൽ 2020 ആയിട്ടാണ് BJPയുടെ ശക്തി കേന്ദ്രമായ കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുന്നത്. ചെറിയാനത് മനസ്സിലാവുന്നുണ്ടോ അതിന്റെ അരാഷ്ട്രീയതയും അതിന്റെ അപ്പൊ ഈ പറയുന്ന ഇത്രയെല്ലാം ഇതാണ് അവസ്ഥ. ഇതുപോലെ നിരവധി താങ്കൾ പറഞ്ഞ പോലെ സീരിയൽ നടികൾ പലപ്പോഴും എനിക്ക് ചോദിച്ചറിയേണ്ടി വന്നിട്ടുണ്ട്, ആരാണ് ഈ പെൺകുട്ടി, ഇവരാരാണ്, ഏത് നടിയെന്ന് പറഞ്ഞാൽ ഏതിലാണ് അവർ അഭിനയിക്കുന്നത്? ഇതേതോ ഒരു പ്രത്യേക എന്താ പറയണ്ട ഒരു ജീർണതയുടെ കേരള രാഷ്ട്രീയത്തിൽ അതിവേഗം കൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ. അതിന്റെ ഏറ്റവും നല്ല അതിന്റെ ആ ചലം, അതിന്റെ ആ പഴുപ്പിന്റെ ചലം പൊട്ടിയൊഴിക്കുന്നതാണ് ഈ 2020 ഈ ആഭാസത്തിൽ ഞാൻ കാണുന്നത്. അത് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ആപ്പ് നിന്നപ്പോഴും ഇതുണ്ടായിട്ടില്ല. ആപ്പ് കുറെ സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോഴും ഉണ്ടായിട്ടില്ല. ചെറിയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ ഈ ദയനീയ ചിത്രമില്ല. ഇത്രയും വളരെ 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 ഒരു നഗരവൽകൃത വരേണ്യ വർഗത്തിന്റെ അശ്ലീല വിനോദ താല്പര്യങ്ങൾക്കനുസരിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സാക്ഷരതയുള്ള ജനങ്ങളുടെ മുമ്പിൽ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്നത്. നമ്മൾ ആരെയാണ് പണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത്? രാമുക്കാരിയാണ് അല്ലെ? നമ്മൾ പണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ആരെയൊക്കെയാണ്? സുകുമാർ അഴീക്കോട് കോൺഗ്രസ്, ONV കുറുപ്പ്, അതിനു പകരം താര നായർ, രാധിക നായർ, വേണു നായർ, ഇങ്ങനെ എന്താ രമ്യ നായർ, എനിക്ക് പേരുകൾ പോലും എനിക്ക് പലരെ അറിയുന്നില്ല. അതും തൃപ്പൂണിത്തറ പോലെ കൊടുങ്ങല്ലൂരിൽ BJPക്ക് ഏറ്റവും വിജയ സാധ്യതയുണ്ടെന്ന് മതനിരപേക്ഷ കക്ഷികൾ ഭയപ്പെട്ടിരുന്ന തൃപ്പൂണിത്തറയാണ് ഈ ചക്ക അടയാളത്തിൽ ഒരു 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 സീരിയൽ നടിയോ, എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് അവരുടെ അഭിനയത്തിന്റെ കഴിവ് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അവരുടെ സിനിമകളും സീരിയലുകളും. പക്ഷെ ഇതാണ് അവസ്ഥ. തൃപ്പൂണിത്തറ എന്നുള്ള വേറൊരു ക്ഷേത്ര നഗരിയിൽ, വേറൊരു BJP കോട്ടയിൽ അതിന്റെ രാഷ്ട്രീയം ചെന്ന് നിൽക്കുന്നത് ഈ പറയുന്ന 2020 ഒരു പൈങ്കിളി, ഏറ്റവും സാംസ്കാരികമായിട്ടുള്ള ഭാഷയെ പറഞ്ഞാൽ ഈ പൈങ്കിളി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണ് ഹിന്ദുത്വ അനുയായികളോട് BJP പറയുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ BJP മനസ്സിലാക്കുകയല്ലേ സാർ? അതായത് അവരുടെ, എനിക്ക് അറിഞ്ഞുകൂടാ അവരെന്താണ് അവരുടെ, എനിക്ക് തീർച്ചയായിട്ടും താങ്കൾക്ക് മനസ്സിലാവുമായിരിക്കും കൂടുതൽ. എന്തുകൊണ്ടാണ് അവർ ഈ വിട്ടുവീഴ്ച ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവരുടെ നീണ്ടകാല വളർച്ച അല്ല, എനിക്ക് തോന്നുന്നത് അവർ ഇതുവരെ പരീക്ഷിച്ച ഹിന്ദുത്വ നാണയം, രാഷ്ട്രീയ നാണയം കേരളത്തിൽ വിലപ്പോകുകയില്ല, അതിന് പകരമായി ചിലതൊക്കെ വെക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യമല്ലേ. എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ എന്താണ് അവസാന വിശകലനത്തിൽ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് കോൺജോ ആണ്, കോർപ്പറേറ്റ് CEO ആണ്. അദ്ദേഹത്തിന് വേണ്ടത് റിസൾട്ടാണ്. അതിൽ എങ്ങനെ എത്തിക്കാന്നുള്ളത് അദ്ദേഹം പല വഴികളും നോക്കും. അങ്ങനെയാണ് കോർപ്പറേറ്റുകളുടെ ഒരു സംസ്കാരം. അവർക്ക് റിസൾട്ട് മതി. ഈ പൈങ്കിളി നടികളെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ BJPക്ക് വളരാൻ കഴിയുമെന്നും അധികാരം പിടിക്കാൻ കഴിയുമെന്നാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് സ്ട്രാറ്റജിയല്ല, അത് ആത്മഹത്യക്കുള്ള ഒരു സ്വയം കുറിപ്പാണ്. അത്രയ്ക്ക് RSS മോശമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RSSന് അതിലും മൂളയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ബ്ലാക്ക് മെയിലിന്റെ രാഷ്ട്രീയം പോലും ബാബു ജേക്കബ് കളിക്കുന്നുണ്ടോ? ക്രിസ്ത്യൻ വോട്ടുകൾ നേടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത്തരം സ്ഥാനാർത്ഥികൾ 20 സീറ്റുകളിൽ, അതും തൃശ്ശൂർ, എറണാകുളം പോലെയുള്ള ജില്ലകളിൽ അവരുടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് BJPയുടെ വളർച്ചയ്ക്ക്
ഇത് പരിഹാസ്യമാക്കുകയാണ്. RSSന്റെ ഈ കടുത്ത ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെ പോലും കോമാളിവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. വസ്തുത്തിൽ അത് അവരുടെ RSS അണികൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാവും ഇവർക്ക് വേണ്ടി എങ്ങനെ ഈ കാക്കി പാൻറ്റുമിട്ടുള്ള RSSകാർ പ്രവർത്തിക്കാൻ പോകുന്നു. അവിടെയാണ് സാർ നമ്മൾ പിന്നെ വരണ്ടേ. BJP